ഇന്നാദ്യം തന്നെ ചെറുനാരങ്ങ പിഴിയുകയാണ്. അതിനുശേഷം വത്തക്കയാണ് കേട്ടോ. ചെറുനാരങ്ങ വെള്ളവും അതിനുശേഷം വത്തക്കയാണ്. വത്തക്ക ജ്യൂസ് അടിക്കുകയാണ്. അതിനുവേണ്ടി വത്തക്ക മുറിക്കുകയാണ്. പഴയ വത്തക്കല തീർന്നു, അപ്പം പുതിയ വത്തക്ക എടുത്ത് മുറിക്കുകയാണ്. അങ്ങനെ വത്തക്ക മുറിച്ച് പുളപ്പാക്കിയെടുത്തു. ഇനി നമുക്ക് അതിലേക്കുള്ള ജ്യൂസ് ജാറിലേക്ക് മുറിച്ച് ചെറിയ കണ്ടങ്ങളാക്കിയിടാം. അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക, പിന്നെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക, പിന്നെ ജ്യൂസ് അടിച്ച് കൊടുക്കുക. ജ്യൂസ് നന്നായി അടിച്ച് കൊടുക്കുകയാണ്. എപ്പോഴത്തെയും പോലെ തന്നെ കുറച്ച് വത്തക്ക ജഗ്ഗിലേക്ക് തരിയായി ഇട്ടിട്ടുണ്ട്. അടിച്ചു കൊടുത്ത വത്തക്ക ജ്യൂസ് ജഗ്ഗിലേക്ക് ഒഴിക്കുകയാണ്. അതിനുശേഷം ഈത്തപ്പായ അപ്പത്തിന് വേണ്ടി ഈത്തപ്പായ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയുള്ള മസാല അതിലേക്ക് തന്നെ പെരക്കി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് റെഡിയായി വരുന്നുണ്ട്. എന്നിട്ട് ഇപ്പം നമ്മൾ ചുടാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ എണ്ണയിലിട്ട് പൊരിക്കുകയാണ്. നന്നായി പൊരിയുന്ന ദൃശ്യമാണ് കാണുന്നത്. അതിനുശേഷം റെഡി ആയിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ഫ്രൈ എടുത്തു. ഇനി അടുത്തത് ചുടുകയാണ്. അടുത്തതും അങ്ങനെ റെഡി ആയിട്ടാകുമ്പോൾ എടുത്ത് മാറ്റി. ഇനി നമുക്ക് അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം. വയ്യ മാങ്ങയും ചക്കളിയാണ്, അതിൻ്റെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഈത്തപ്പായത്തിൻ്റെ കുരു തൊലിഞ്ഞ ഈത്തപ്പായവും ജ്യൂസ് ജാറിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നാരങ്ങ നീരും കൂടി ചേർക്കുക. അതിനുശേഷം ജ്യൂസ് അടിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം മസാല ഇട്ട മാങ്ങയും ചക്കളി റെഡി ആയിട്ടുണ്ട്. ഇതാണ്. പിന്നെ എല്ലാവരും തിന്നു കഴിഞ്ഞു. ബൈ.